ഹായ് വ്യൂവേഴ്സ്, അരീക്കോട് ITI ഫിറ്റർ ട്രേഡിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ടു ഫിറ്റർ. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ ഫിറ്റർ ട്രേഡിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. Introduction to fitter. Modern time is the time of machines. നമുക്കറിയാം, ഈ ആധുനിക കാലത്തെല്ലാം മെഷീനുകളുടെ കാലമാണ്. ചെറിയ മുട്ടുസൂചി മുതൽ വലിയ JCBയുടെ ഭാഗങ്ങൾ വരെ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ടു മേക്ക് ഡിഫറെൻറ്റ് മെഷീൻ പാർട്ട്. വിവിധ യന്ത്രഭാഗങ്ങൾ ഉണ്ടാക്കാനായിട്ട് വ്യത്യസ്ത മെഷീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ടു ഓപ്പറേറ്റ് മെഷീൻസ് സ്കിൽഡ് പേഴ്സൺസ് ആർ റിക്വയർഡ്. ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് വിദഗ്ധരായ തൊഴിലാളികളെ നമുക്ക് ആവശ്യമാണ്. ഫിറ്റർ is a mechanical trade utilize a wide range of tools and engineering techniques for the maintenance and repair of mechanical plant machinery and equipments to operational standards. ഫിറ്റർ ഒരു മെക്കാനിക്കൽ ട്രേഡാണ്. ഫിറ്റേഴ്സ് ഒരു മെക്കാനിക്കൽ ടൂൾസും ടെക്നിക്കുകളും ഉപയോഗിച്ച് ഫാക്ടറികളിലെ പ്ലാന്റിലുള്ള മെഷീനറികളിൽ റിപ്പയർ ചെയ്യുകയും മെയിൻ്റനൻസ് ചെയ്ത് ഉപകരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കി വയ്ക്കുകയും ചെയ്യുന്നു. Various tasks performed by the fitter include the identification of defective or worn out mechanical components or equipment, repair or replacement of worn components or equipments. ഫിറ്റേഴ്സ് ഫാക്ടറികളിൽ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നു. കേടുവന്ന യന്ത്രഭാഗങ്ങൾ കണ്ടുപിടിക്കുകയും അത് റിപ്പയർ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്തിട്ട് മെഷീൻ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു. മെക്കാനിക്കൽ ഫിറ്റേഴ്സ് യൂസ് precision measuring instruments to check parts for accuracy and fit. മെക്കാനിക്കൽ ഫിറ്റേഴ്സ് ഒരു ഫിറ്റുകൾ ചെയ്ത വർക്ക് അത് കൃത്യതയോടെ അതിൻ്റെ അളവ് പരിശോധിക്കാനും വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ഉദാഹരണമായിട്ട് വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവുകൾ കണ്ടെത്താനും അത് ചെക്ക് ചെയ്യാനും ഒരു ഫിറ്റർക്ക് സാധിക്കും. മെക്കാനിക്കൽ ഫിറ്റേഴ്സ് to be familiar with a wide range of tools and equipments such as lathes, drilling machines, cutting and welding equipments. അതുപോലെ തന്നെ മെഷീൻസ് ആയ മില്ലിംഗ് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ലെയ്ത്ത് തുടങ്ങിയ മെഷീനുകൾ പ്രവർത്തിപ്പിക്കാനും അതുപോലെ വെൽഡിങ്, ഗ്യാസ് കട്ടിങ് എന്നിവ ചെയ്യാനും ഒരു ഫിറ്റർക്ക് കഴിയും. Fitter is most skilled person in engineering workshop who is able to fit together different machine parts which are run smoothly. ഒരു എൻജിനീയറിംഗ് വർക്ക്ഷോപ്പിൽ വിവിധ മെഷീൻ പാർട്ടുകൾ യോജിപ്പിക്കാനും മെഷീനുകൾ സ്മൂത്തായി വർക്ക് ചെയ്യിപ്പിക്കാനും ഉള്ള ഒരു സ്കിൽഡായിട്ടുള്ള ഒരു ഫിറ്റർക്ക് അത് സാധിക്കും. For the admission of fitter trade in ITI, a person must be passed metric under 10+2 system. ഒരു ITIയിൽ ഫിറ്റർ ട്രേഡിന് അഡ്മിഷൻ ലഭിക്കാൻ 10+2 സിസ്റ്റത്തിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അടുത്തായി ഹാൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ഫിറ്റർ. ഇപ്പോൾ ഫിറ്റർ ട്രേഡിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പലതരം ഉപകരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രൈ സ്ക്വയർ, സി ക്ലാമ്പ്, ടാപ്പ്, സ്ക്രൂ ഡ്രൈവർ, ഹാമർ, ഹാക്സോ,
ഡ്രില്ല്, പുള്ളി പുള്ളർ, ഔട്ട്സൈഡ് കാലിപ്പർ, സ്റ്റീൽ റൂൾ, ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ഫയൽ, വെർണിയർ കാലിപ്പർ, ഡ്രില്ലിംഗ് മെഷീൻ. ഈ ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഇൻ ഫിറ്റർ ട്രേഡ്. ഏതൊക്കെ തരത്തിലുള്ള പരിശീലനമാണ് ഫിറ്റർ ട്രേഡ് നൽകുന്നതാണ് ഇതിൽ പറയുന്നത്. ഫോളോയിങ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആർ ഗിവൺ ടു ഫിറ്റർ ട്രേഡ് ഇൻ ITI. ITIയിൽ നടക്കുന്ന പ്രധാനമായ ട്രേഡുകൾ അല്ലെ ട്രെയിനിങ് ഏതൊക്കെയാണെന്ന് അറിയില്ല. ഇതിൽ പ്രധാനമായി 2 തരത്തിലാണ് ട്രെയിനിങ് നൽകുന്നത്. പ്രൈമറി സ്കിൽ, സെക്കൻഡറി സ്കിൽ. എന്തൊക്കെയാണ് പ്രൈമറി സ്കിൽസ് എന്ന് നോക്കാം. യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൂൾസ്, ആക്സോയിങ്, ഫയലിംഗ്, മാർക്കിംഗ്, ഡ്രില്ലിംഗ് ആൻഡ് റീമിംഗ്, ചിപ്പിംഗ്, ഗ്രൈൻഡിങ്, സ്ക്രാപ്പിംഗ്, ത്രെഡിംഗ് ആൻഡ് ടാപ്പിംഗ്, റിവറ്റിംഗ്. ഇങ്ങനെ പരിശീലനമൊക്കെ നമുക്ക് ഫിറ്ററിൽ നൽകാറുണ്ട്. ഏതൊക്കെയാണ്? വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ, ആക്സോ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ, ഫയൽ ചെയ്യാൻ, മാർക്ക് ചെയ്യാൻ, പിന്നെ ഡ്രില്ലിങ്, റീമിംഗ് ഒക്കെ ചെയ്യും. അതുപോലെ ചിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുക, ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും, സ്ക്രാപ്പിംഗ് ചെയ്യാൻ പറ്റും, ത്രെഡ് ചെയ്യാൻ പറ്റും, ടാപ്പ് ചെയ്യാൻ പറ്റും, റിവറ്റിംഗ് പറ്റും. ഇത്തരം വർക്കുകളൊക്കെ നമുക്ക് ഫിറ്റർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സെക്കൻഡറി സ്കില്ലായിട്ട് ഷീറ്റ് മെറ്റൽ വർക്ക്, ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ച് നമുക്ക് ബോക്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, വെൽഡിങ് ചെയ്യാൻ പറ്റും, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സെക്കൻഡറി സ്കില്ലാണ്. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. റിപ്പയർ, ഒരു മെഷീനൊക്കെ ഉള്ള മെയിൻ്റനൻസ്, കേടുപാടുകൾ തീർത്ത് നന്നാക്കി എടുക്കുക, റിപ്പയർ ചെയ്യുക. ഇതൊക്കെ നമുക്കൊരു ഫിറ്റർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫിറ്റർ. ഒരു നല്ല ഗുഡ് ഫിറ്റർ എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എ ട്രെയിനി who has interest in trade and who is hard working can become a skilled fitter. ഒരു ട്രേഡ് പഠിക്കുമ്പോൾ ആരാകും ഒരു ഗുഡ് ഫിറ്റർ? എ ട്രെയിനി ഹു ഹാസ് ഇൻട്രസ്റ്റ് ഇൻ ട്രേഡ്. ആ ട്രേഡിൽ താല്പര്യമുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. വെറുതെ വേറെ ട്രേഡ് കിട്ടാത്തപ്പോൾ ഫിറ്ററിൽ വന്ന് കയറി എന്നതായിരിക്കരുത്. ആ ട്രേഡിൽ താല്പര്യം ഉണ്ടായിരിക്കണം. ആൻഡ് ഹൂ ഈസ് ഹാർഡ് വർക്കിംഗ്. നല്ല കഠിനമായി ജോലി ചെയ്യാൻ, ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം. ക്യാൻ ബിക്കം എ ഗുഡ് സ്കിൽ ഫിറ്റർ. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ നല്ലൊരു സ്കിൽഡ് ഫിറ്ററായിട്ട് ഭാവിയിൽ വരാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഫിറ്റർ മീൻസ്, ഫിറ്റർ നമുക്കറിയാം ഒരു 6 അക്ഷരം കൂടിയാണ് ഫിറ്റർ. അപ്പോൾ ഫിറ്ററിൻ്റെ മീനിങ് എന്താണെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അല്ല. നമുക്ക് പോലീസിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് പറയാനുണ്ടല്ലോ, പൊളൈറ്റ്നെസ്, ഒബീഡിയൻസ് ഒക്കെ പറയും. അതുപോലെ ഒരു മീനിങ്. ഒരു ഫിറ്റർ ആരായിരിക്കണം? ലെറ്റർ F ഫോർ ഫിറ്റ്നസ്. ഹീ ഈസ് ഫിറ്റ് ഫിസിക്കലി. F എന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ്. ആൾ നല്ല ബോഡി നല്ല ഫിറ്റായിട്ടുള്ള ആളായിരിക്കണം. നല്ല ഉറക്കം തൂങ്ങി നടക്കുന്ന ആളായത്, ബോഡി എപ്പോഴും നല്ല ബോഡി കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കണം. I ഫോർ ഇൻ്റലിജൻറ്റ്. ഹാവ് എ സൗണ്ട് മൈൻഡ്. നല്ല ഇൻ്റലിജൻ്റ് ആയിരിക്കണം. നല്ല ബുദ്ധിയുള്ള നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ഹാവ് എ സൗണ്ട് മൈൻഡ്. നല്ലൊരു മനസ്സിന് ഒടുമയായിരിക്കണം. എല്ലാം നല്ല പോസിറ്റീവ് മൈൻഡുള്ള ആളായിരിക്കണം. T ഫോർ ടാലൻറ്റഡ്. നല്ല ടാലൻ്റുള്ള ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ബുദ്ധി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റണം. ഹാവ് ടാലൻറ്റ് ടു ലേൺ ക്വിക്കലി. ഒരു പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയണം. ഹാവ് എ ടാലൻറ്റ് ടു ലേൺ ക്വിക്കലി. പെട്ടെന്ന് പഠിച്ചിടാൻ കഴിയുന്ന ആളായിരിക്കണം. അടുത്തത് T ഫോർ ടാർഗറ്റ്. വാണ്ടഡ് ടു അച്ചീവ് ഗോൾ. നമുക്ക് ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഫിറ്റായിട്ട് പഠിച്ചാൽ എവിടെ എത്തണം? നമുക്ക് റെയിൽവേ ജോലി കിട്ടണം, അല്ലെങ്കിൽ ONGC ജോലി കിട്ടണം, അല്ലെങ്കിൽ ഷിപ്പ് യാർഡിൽ കിട്ടണം. ആ ഒരു അച്ചീവ് ഗോൾ, ആ ഗോളിലേക്ക് എത്താനുള്ള ഒരു ഇത്. നമുക്ക് സെൻറ്ററിൽ കിടക്കുന്ന പന്ത് തട്ടി അവസാനം ഗോൾ പോസ്റ്റിന് ഉള്ളിലെത്തുന്ന, അതാണ് ഗോൾ. അവിടേക്ക് എത്തിയാൽ മാത്രം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാത്രമേ ഗോളാവുള്ളൂ. അതുപോലെ നിങ്ങൾ കളി തുടങ്ങിയിട്ടില്ല, ആ കളി ലാസ്റ്റ് ജയിച്ചിട്ട് ഗോളാവണം. അതുവരെ നിങ്ങൾക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമം പിടിക്കണം. അതിനുള്ളൊരു ഇത് വേണം. അതാണ് ടാർഗറ്റ്. E ഫോർ എഫിഷ്യൻ്റ് ആയിരിക്കണം. അത് നല്ല ഏബിളായിരിക്കണം. കാര്യക്ഷമത ആളായിരിക്കണം. വർക്ക് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായിട്ട് വർക്ക് ചെയ്യണം. അല്ല വർക്ക് ചെയ്യുന്നത് ശ്രദ്ധ ഇല്ലാതെ വേറെ എവിടെയും മൈൻഡ് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. R ഫോർ റെഗുലാരിറ്റി. കൃത്യത ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ്. കൃത്യത. ചെയ്യുന്ന വർക്ക് കൃത്യമായി ചെയ്യണം. റെഗുലാരിറ്റി, കൃത്യത വേണം. 10 മണിക്ക് വർക്ക് തുടങ്ങിയാൽ 10 മണിക്ക് തുടങ്ങണം. 20 മണിക്കൂറിൽ വർക്ക് തീർക്കാൻ പറഞ്ഞാൽ 20 മണിക്കൂറിൽ ആ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കണം. അതാണ് റെഗുലാരിറ്റി. 10 മണി ക്ലാസ് തുടങ്ങിയാൽ 10 മണിക്ക് വരണം, 10:05 വരരുത്. അതാണ് റെഗുലാരിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ റെഡി ആയിട്ട് പോയാൽ അയാൾ ശരിയായിട്ടുള്ള ഫിറ്ററായി മാറുന്നു. അതാണ്. ഓക്കെ. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇൻ ഫിറ്റർ ട്രേഡ്. ഫിറ്റർ ട്രേഡിൽ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്? മുൻപ് പറഞ്ഞതാണ് നമ്മൾ. ട്രേഡ് പ്രാക്ടിക്കൽ, ട്രേഡ് തിയറി, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ്, എൻജിനീയറിംഗ് ഡ്രോയിങ്, എംപ്ലോയബിലിറ്റി സ്കിൽ. ഈ 5 സബ്ജക്റ്റുകളാണ് നമ്മൾ ഫിറ്റർ പഠിക്കൽ.
ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് പ്രാക്ടിക്കൽ. ആ ട്രേഡ് പ്രാക്ടിക്കലിന് ബന്ധപ്പെട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. ട്രേഡ് പ്രാക്ടിക്കലിലുള്ള തിയറി പഠിക്കാൻ വേണ്ടി തിയറി എടുക്കുന്നു, അതിലുള്ള കണക്കുകൾ പഠിക്കാൻ വേണ്ടി വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസ് എടുക്കുന്നു, അതിലുള്ള ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ജോലി സംബന്ധമായുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയിഡ് സ്കില്ലും പഠിക്കുന്നു. ഇതൊക്കെയാണ്. അടുത്ത് ടൈപ്സ് ഓഫ് ഫിറ്റേഴ്സ്. ഏതൊക്കെ തരം ഫിറ്റർമാരുണ്ടാണെന്ന് അടുത്ത് പറയുന്നു. ഫസ്റ്റ്, ബെഞ്ച് ഫിറ്റർ. In ITI, mostly courses provide training in bench fitter. Bench fitter is a basic fitter which have basic knowledge of all types of fitting works. So, bench fitter does 75% work by hands and 25% work by machines. നമ്മൾ ITIയിൽ ട്രെയിനിങ് പ്രധാനമായും നൽകുന്നത് ബെഞ്ച് ഫിറ്റർ വിഭാഗത്തിലാണ്. അവരെല്ലാ ഫിറ്റിംഗ് വർക്കും അവർക്ക് ചെയ്യാൻ സാധിക്കും. അവരുടെ ജോലികൾ 75% കൈകൾ ഉപയോഗിച്ചും 25% ജോലികൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡൈ ഫിറ്റർ. ഇൻ മോഡേൺ ടൈം ആൾമോസ്റ്റ് എവറിത്തിങ് ഈസ് മോൾഡഡ് ബൈ യൂസിങ് എ ഡൈ. അക്കോർഡിംഗ് ടു ദി സ്ട്രക്ചർ ഓഫ് ഒബ്ജക്റ്റ് ദ ഡൈ ഈസ് മെയ്ഡ്. ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ ഉപകരണങ്ങളും ഒരു ഡൈ ഉപയോഗിച്ചിട്ട് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുകയാണ്. മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പാർട്ട് നമ്മൾ ആ ഷേപ്പ് ഡൈ ഉപയോഗിച്ച് ആ ഡൈയിൻ്റെ കൂടെ പാസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെ ഒരു വ്യത്യസ്ത സ്ട്രക്ചറിൽ ഡൈ ഉണ്ടാക്കുന്നു. ആ ഡൈ ഉപയോഗിച്ച് ഒരേ പാർട്ടിനെ തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറയും. നമ്മൾ ഡൈക്ക് നമ്മൾ അച്ചെന്നൊക്കെ പറയും മലയാളത്തിൽ. അപ്പോൾ അതാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ഡൈ ഫിറ്റർ എന്ന് പറയും. ഡൈ ഫിറ്റർ. അടുത്ത ലോക്ക് ഫിറ്റർ. ദീസ് ഫിറ്റേഴ്സ് ആർ എഫിഷ്യൻറ്റ് ഫോർ മേക്കിംഗ് കീസ് ആൻഡ് ലോക്ക്. നമ്മൾ താക്കോലുകൾ പൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലോക്ക് ഫിറ്റർ. അടുത്തത് മെയിൻ്റനൻസ് ഫിറ്റർ. ദീസ് ഫിറ്റേഴ്സ് മെയിൻറ്റെയിൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെഷീൻ. ഈ ഫിറ്റേഴ്സ് എന്നാണ് വ്യത്യസ്ത മെഷീൻ പാർട്ടുകൾ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി അവർക്ക് പറ്റും. അതാണ് മെയിൻ്റനൻസ് ഫിറ്റർ എന്ന് പറയുന്നത്. കേടുവരാതെ കേടുവരാതെ നോക്കാൻ വേണ്ടി ആ കേടുകൾ തീർത്ത് റിപ്പയർ ചെയ്ത് ഒരു മെഷീനെ കേടുവരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണ് മെയിൻ്റനൻസ് പറയുന്നത്. അങ്ങനെ അത് ഫിറ്റർക്ക് പറ്റും. അസംബ്ലി ഫിറ്റർ. ദീസ് ഫിറ്റേഴ്സ് അസംബിൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെഷീൻ. വ്യത്യസ്ത മെഷീൻ പാർട്ടുകൾ തമ്മിൽ ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്നൊരു ഫിറ്റർക്കാണ് അസംബ്ലി ഫിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ശരിക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.